ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായുള്ള ചേലക്കര സോൺ ഉപയാത്രയ്ക്ക് പഴയന്നൂരിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി രൂപീകരിച്ച ചേലക്കര സോൺ ഉപയാത്രയ്ക്ക് പഴയന്നൂരിൽ ആവേശോജ്വലമായി സ്വീകരണം നൽകി. ജനുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരള യാത്ര ഈ മാസം 17 തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. ഇതിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച ഉപയാത്രയുടെ സ്വീകരണ പരിപാടി PSK മൊയ്തു ബാഖവി മടവന ഉദ്ഘാടനം ചെയ്തു. KR അൻവരി ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു. ഡയറക്ടർ KMK ഫൈസി കല്ലൂർ, അബു മാസ്റ്റർ കല്ലൂർ, മുസ്തഫ സഖാഫി, ബഷീർ അഷ്റഫി, PVM ബഷീർ മൗലവി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. മഹാനായ കാന്തപുരം AT അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് കേരള യാത്രക്ക് നെടുനായകത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിന് വയസ്സ് 90 പിന്നിട്ടിരിക്കുന്നു. 90 വയസ്സും അതിന് താഴെയുമുള്ള എത്രയോ വയോവൃദ്ധർ നമ്മുടെയൊക്കെ വീടുകളിൽ രോഗാതുരമായി ദിവസങ്ങൾ എണ്ണി എണ്ണയും കുഴമ്പുമായി കഴിയുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ടുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മഹാനവർകൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. മിനിഞ്ഞാന്ന് പറഞ്ഞത്, സാമുദായിക നേതാക്കൾ ആരും തന്നെ വർഗീയത സംസാരിക്കരുത്. അത് ഏറ്റവും അനിവാര്യമായ ഒരു സമയത്താണ് നാം ഉള്ളത്. ഇന്നലെ മഹാനവറുകളുടെ തിരുനാവിൽ നിന്ന് വന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തിനെതിരിൽ ഇന്ത്യ മുൻകൈയെടുത്തുകൊണ്ട് പൊരുതണമെന്നായിരുന്നു. ഇങ്ങനെ തുടങ്ങി ലോകത്തെ ജനങ്ങൾക്കും. സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന സെന്റിനറി ഗാർഡ് പരേഡ് ഏറെ ശ്രദ്ധേയമായി. CCV ന്യൂസ്, ചേലക്കര.